വടകരയിൽ പുതുതായി നിർമ്മിക്കുന്ന മത്സ്യഭവൻ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. കേരള ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ 1 കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ജില്ലയിലെ ഫിഷറീസ് വകുപ്പിന് കീഴിൽ വടകരയിൽ പ്രവർത്തിക്കുന്ന മത്സ്യഭവന്റെ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിട നിർമ്മാണോദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ വടകരയിൽ പ്രവർത്തിച്ചു വരുന്ന മത്സ്യഭവനിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാലും മത്സ്യഭവൻ കെട്ടിടം ശോചനീയാവസ്ഥയിലായതിനാലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മത്സ്യഭവൻ നിർമ്മിക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. വടകര മത്സ്യഭവൻ പരിധിയിൽ ഉൾപ്പെടുന്ന സമുദ്രമേഖലയിലെ 3 പഞ്ചായത്തുകളും വടകര മുനിസിപ്പാലിറ്റിയിലെയും ഉൾനാടൻ മേഖലയിലെ 19 പഞ്ചായത്തുകളുടെയും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും ഈ ഓഫീസ് വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. 166 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മത്സ്യഭവൻ ഓഫീസർക്കുള്ള കാര്യാലയം, ഫിഷറീസ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ കാര്യാലയം, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസറുടെ കാര്യാലയം, മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസറുടെ കാര്യാലയം എന്നിങ്ങനെ 4 ഓഫീസുകളും ഡൈനിങ് ഹാൾ, സ്റ്റോർ മുറി, വെയിറ്റിംഗ് ഏരിയ, വരാന്ത, ടോയ്ലറ്റ് സൗകര്യം എന്നിവ അടക്കം എല്ലാം ഉൾപ്പെടുത്തിയ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആവശ്യമായ ഫർണിച്ചറുകളും ചുറ്റുമതിലും ഗേറ്റും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. പ്രസ്തുത മത്സ്യഭവൻ സ്ഥാപിക്കുന്നതിലൂടെ മത്സ്യബന്ധന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉള്ള സൗകര്യവും കേന്ദ്രവുമായിട്ടത് മാറും. മത്സ്യത്തൊഴിലാളികൾക്ക് സേവനങ്ങൾ, പരിശീലനങ്ങൾ, പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന കേന്ദ്രമായിട്ട് ഇത് മാറും. ഇതിലൂടെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് ലഭിക്കേണ്ട കാര്യക്ഷമതയും സേവന വിതരണ നിലവാരവും വർദ്ധിക്കും. കുരിയാടി മത്സ്യഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ വടകര MLA KK രമ അധ്യക്ഷത വഹിച്ചു. ഏതായാലും ഈ മത്സ്യഭവൻ ഇവിടെ വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് പോയി പറയാനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സാധ്യമാക്കാനും അവരുടെ പരിശീലനങ്ങളും അവർക്ക് അനുഭവിക്കുന്ന നിരവധി ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അത്തരം ഇൻഷുറൻസ് ഒക്കെ പുതുക്കാനും ഇതൊക്കെ വലിയ തോതിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ അതിനകത്ത് ആവശ്യമാണ്. അത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ ഉതകുന്ന തരത്തിലേക്ക് കൂടി വിശാലമായ രൂപത്തിലാണ് ഈ ഒരു മത്സ്യഭവൻ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയുടെ പ്രവൃത്തി 79 ലക്ഷം രൂപയ്ക്കോ മറ്റോ ആണ് കരാർ എടുത്തിരിക്കുന്നത്. ആ കരാർ ഏർപ്പെട്ടിരിക്കുന്ന സമയബന്ധിതമായി തന്നെ അത് പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വടകര നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊജക്ട് നിർമ്മാണ റിപ്പോർട്ട് റീജിയണൽ മാനേജർ KB രമേശ് അവതരിപ്പിച്ചു. ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജിത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.